ഹായ് ഫ്രണ്ട്സ്, ആഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതും അതേ അത്യാവശ്യം നമുക്ക് റീസണബിളായിട്ട് റേറ്റിൽ കിട്ടുന്നതുമായിട്ടുള്ള ഒരു സ്പ്രെഡറാണ്. സ്പ്രേ വീറ്റ് എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റാണ്. ലീവ്നെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണിത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇതിൽ അവർ കൊടുത്തിരിക്കുന്ന സ്പ്രെഡിങ്, വീറ്റിങ്, പെനിട്രേഷൻ, അങ്ങനെ 3 ആക്ഷൻ ആയിരിക്കും നടക്കുന്നത്. സ്പ്രെഡിങ് ശരിയിൽ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് പിടിക്കും. അതുപോലെ വീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈർപ്പം കുറച്ച് നേരത്തേക്ക് പിടിച്ചു നിർത്തും. എപ്പോഴും ചെടിയിലായ നമ്മൾ കൊടുക്കുന്ന മരുന്നിൻ്റെ ഒരു എഫക്റ്റ് കുറച്ച് നേരത്തേക്ക് പിടിച്ചു നിർത്തും. പിന്നെ പെനട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സിസ്റ്റമിക് ആക്ഷൻ പോലെ ഉള്ളിലോട്ട് കടന്നു ചെല്ലാനുള്ള ഒരു കഴിവും കൂടെ നമ്മൾ കൊടുക്കുന്ന കെമിക്കലിന്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ മഴയുള്ള സമയത്ത് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ മരുന്നുകളിൽ കൂട്ടി ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ അത്യാവശ്യം ബ്രാൻഡഡ് പ്രൊഡക്റ്റാണ്. അതേപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ഡോസേജ് എന്ന് പറയുന്നത് ഒരു നമുക്ക് 200 ലിറ്ററിന് ഒരു 50 മില്ലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. നമ്മൾ 50 മില്ലി വെച്ചാണ് ഉപയോഗിക്കുന്നത്. കമ്പനി കുറച്ചും കൂടെ കൂടുതലാണ് ഇതിൻ്റെ റെക്കമെൻഡേഷൻ വരുന്നത്. എന്നാലും നമുക്ക് ഏലത്തിന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എല്ലാ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്ന ഡോസ് കൂട്ടി ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു 50 മില്ലി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പം ഒരു 600 to 650 രൂപ റേഞ്ചിൽ നല്ല റിസൾട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ സ്പ്രേ വീറ്റ് എന്ന് പറഞ്ഞാൽ ലീവ്നെസ്റ്റിൻ്റെ പശ. ഞാനിത് 5 ലിറ്ററിൻ്റെ ക്യാനായിട്ടാണ് കൂടുതലും വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ തുടർച്ചയായിട്ടൊരു 3-4 വർഷമായിട്ട് ഉപയോഗിച്ച് വരുന്നതാണ്. നല്ലൊരു റിസൾട്ടാണ്. നമുക്കിതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കൊരു ഇലയിലൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പൊതുവെ ഇവിടെ ഒരു മഴയാണ്, അതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ചെറിയൊരു സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മൾ ഒരു ഇലയിൽ 2-3 വെള്ളത്തുള്ളികൾ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ജസ്റ്റ് പശയിലോട്ട് ആ കമ്പൊന്ന് മുക്കിയിട്ട് നല്ലപോലെ കുടഞ്ഞതിന് ശേഷമാണ്, അതിലെ പശ പൂർണ്ണമായിട്ടും കുടഞ്ഞ് കുപ്പിക്കകത്ത് ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വെള്ളത്തുള്ളികളിലോട്ട് ടച്ച് ചെയ്യുന്നത്. എന്ത് പെട്ടെന്നാണ് അത് ഇലയിലോട്ട് നല്ല രീതിയിൽ സ്പ്രെഡ് ആകുന്നത് നോക്കുക. ഇത് ശരിക്കും വെള്ളത്തിലോട്ട് ചെന്നിട്ട് ആ വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ നല്ലപോലെ കുറയ്ക്കും. അപ്പോൾ വെള്ളത്തിന് പെട്ടെന്ന് എല്ലായിടത്തോട്ട് എത്തിച്ചേരാനുള്ള ഒരു കഴിവ് കിട്ടും സർഫസ് ടെൻഷൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അങ്ങനെ നമ്മൾ തണ്ടുവരപ്പ മരുന്നുകളോട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ കുറഞ്ഞിട്ട് പെട്ടെന്ന് മരുന്നുകൾ വെള്ളത്തിലോട്ട് മിക്സ് ആകാനും ചെടികളെ പോളക്കിടയിലോട്ട് കയറി ചെല്ലാനും അതേപോലെ തണ്ടുവരപ്പം തുറന്ന് ഉള്ളിലോട്ട് വലിഞ്ഞു ചെല്ലാനൊക്കെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ പെനട്രേഷൻ കഴിവും കൂടെ ഉള്ളതുകൊണ്ട് തട്ടേക്കൂടെ ഉള്ളിലോട്ട് വലിഞ്ഞ് കയറാനുള്ള ടെൻഡൻസിയും കൂടുതൽ കാണിക്കും. അപ്പം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. ഞാൻ ഒരു 2-3 വർഷമായിട്ട് ഉപയോഗിച്ച് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടുമില്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇതിന് സ്റ്റിക്കിംഗ് ഏജൻറ്റും ഇല്ല. നമുക്ക് ശരിക്കും ഒരു സ്പ്രെഡറിന് സ്റ്റിക്കിംഗ് ഏജൻറ്റിൻ്റെ ആവശ്യമില്ല. നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഒരിക്കൽ കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ സ്പ്രെഡാകുന്നത്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. റീസണബിളായിട്ടുള്ള റേറ്റാണ്. നമുക്ക് മിനിമം 50 മില്ലി ഡോസേജേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറഞ്ഞ കോസ്റ്റിൽ കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. ലീവ്നെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയാണ്. നമുക്കറിയാം ലീവ്നെസ്റ്റിൻ്റെ പ്രോഡക്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ജാഗ്വാർ എന്ന് പറയുന്ന നാനോ മരുന്നുകൾ, അതേപോലെ നമ്മുടെ കലോറി എന്ന് പറയുന്ന സോയിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫോളിയർ ഗ്രേഡ് മൈക്രോ ന്യൂട്രിയൻസ് ചേർന്ന ഫെർട്ടിലൈസറൊക്കെ ഇറക്കുന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബ്രാൻഡഡാണ്. നല്ല റീസണബിൾ റേറ്റാണ്. നല്ല റിസൾട്ടാണ്. ചെറിയ ഡോസേജ് മതി. നല്ല എഫക്റ്റീവായിട്ടുള്ള സ്പ്രെഡറാണ്. എല്ലാവർക്കും വാങ്ങി ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. നമ്മൾ ആ പേപ്പറിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എന്ത് പെട്ടെന്നാണ് അത് പടർന്നു പിടിക്കുന്നതെന്ന്. വളരെ വേഗത്തിൽ അത് പടർന്ന് എല്ലായിടത്തോട്ടും എത്തും. അത് കൂടുതൽ ആ പേപ്പറിന് ഉള്ളിലോട്ട് വലിഞ്ഞിറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കിത് നടുവരപ്പ മരുന്നുകളൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ ഫംഗിസൈഡ് കൊടുക്കുമ്പോൾ തട്ടയിലോട്ട് പെട്ടെന്ന് ഉള്ളിലോട്ട് വലിഞ്ഞ് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും. ഈ ഒരു സമയത്ത് ഈ മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ എല്ലാവരും തണ്ടുവരപ്പ മരുന്നോ ഫംഗിസൈഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു സ്പ്രെഡർ ചേർത്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും. പിന്നെ ഇത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, സാധാരണ സ്പ്രെഡറുകളിൽ അതേ ഒരു സെറ്റപ്പാണ്. സിലിക്കോൺ ബേസ്ഡ് സ്പ്രെഡറാണ്. അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്. ഒരു വെള്ള കളറിൽ വെള്ളത്തിനേക്കാളും അല്പം കൂടെ തിക്നെസ് ഉള്ള ഒരു സൊല്യൂഷനാണ്. അപ്പോൾ നമ്മളിത് കുറച്ച് നാളായിട്ട് ഉപയോഗിച്ച് വരുന്നതുകൊണ്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് ആ വീഡിയോ നമുക്ക് ഷെയർ ചെയ്തേക്കാന്ന് വെച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും വാങ്ങി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്. ഇതുകൂടാതെ 100% ഓർഗാനിക്കാണ്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.